ഹലോ, ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. എല്ലാവർക്കും സുഖമല്ലേ? ഞാനൊരു കാര്യം പറയാനാണ്. അതായത് ഞാൻ ഈ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ നമ്മുടെ ജംഗ്ഷനിലും കാര്യങ്ങൾക്ക് ഓരോ കാര്യങ്ങൾക്കായിട്ടൊക്കെ പോകുമ്പോൾ കുറേ പേര് എൻ്റെ ഫേസ്ബുക്കിൽ എൻ്റെ ഫ്രണ്ട്സാണ്, ഫോളോ ചെയ്യുന്നവരുമുണ്ട്. അപ്പം അവർ ചോദിക്കും, ഇന്ന് കൃഷിയുടെ ഒന്നും കണ്ടില്ലല്ലോ, എന്തായി, എല്ലാമൊക്കെ ആയോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതവും സന്തോഷമാണ്. എന്ന് വെച്ചാൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ എല്ലാവരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, എല്ലാവർക്കും ഇഷ്ടമാണെന്ന് അറിയുന്നതിൽ ഒത്തിരി സന്തോഷം. പിന്നെ കൃഷി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൃഷി മാത്രമല്ല, ചെടി, ഫാമിങ് ആൻഡ് ഗാർഡനിങ് എനിക്ക് പ്രകൃതിയായിട്ട് ചേർന്ന് നിൽക്കാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ വീട് പണി നടക്കുമ്പം ഞാൻ കൂടുതലും വീട് പണിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഹസ്ബൻഡ് ഉണ്ടല്ലോ. അപ്പോൾ അത് പുള്ളിക്കാരൻ പറയുന്നതനുസരിച്ച് നമ്മളെല്ലാം ചെയ്തു കൊടുക്കുന്നു, ജോലിക്കാർ ചെയ്യുന്നു. പക്ഷേ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ പറമ്പിലെ പണിക്കാണ്. അപ്പോൾ ഷൈൻ കൂടെ പറയാറുണ്ട്, ഇയാൾ പറമ്പിലെ പണിയൊക്കെ തൽക്കാലം അവിടെ നിർത്തി വെച്ചിട്ട് ഈ വീടിൻ്റെ അകത്തെ പണി തീർക്കാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. കാരണം നമുക്ക് എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കിയാൽ നമുക്ക് അങ്ങോട്ടേക്ക് കയറാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം പക്ഷേ ഞാൻ എന്താണ് പിന്നെയും കൃഷിയിലോട്ടാണ്, അവിടെ ഓരോന്ന് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. കുട പിടിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ നല്ല അത്യാവശ്യം നല്ലൊരു മഴ പെയ്തു. അപ്പോൾ നമ്മൾ ഈ ചെടി കുഞ്ഞുങ്ങൾക്കൊക്കെ എത്ര ഓസിൽ വെള്ളം അടിച്ചു കൊടുത്താലും അവർക്ക് മഴ പെയ്യുമ്പോൾ ഒരു പ്രത്യേക ഉന്മേഷമാണ്. അപ്പോൾ ആ ഒരു സന്തോഷം അവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനാണ് ഞാൻ കുടയും കൊണ്ട് ഇന്നിനി വെള്ളം ഒഴിക്കണ്ട ഇങ്ങോട്ട് കയറി വന്നത്. അപ്പം അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എല്ലാവരും ചോദിച്ചു, കുറച്ച് ദിവസമായല്ലോ കൃഷിയുടെ വീഡിയോ കണ്ടിട്ടെന്ന്. പക്ഷേ ഒത്തിരി സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഇതിൻ്റെ ഇടയിലൂടെ നടക്കുമ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യങ്ങളൊക്കെയാണ്. എൻ്റെ മാവുകളും വാഴകളും മൾബറിയും എല്ലാം ഉണ്ട്. പക്ഷേ ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു കുഞ്ഞിക്കാല് കണ്ടപ്പം സന്തോഷമായി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ. അതായത് ആദ്യമായിട്ട് അവൾ കായ്ച്ചപ്പോൾ സന്തോഷമായിരുന്നു. പക്ഷേ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു നിമിഷം, എനിക്കറിയത്തില്ല നിങ്ങൾക്കൊക്കെ ഞാനത് പറഞ്ഞാൽ എത്രമാത്രം അത് മനസ്സിലാകും, ഉൾക്കൊള്ളും എന്ന് എനിക്കറിയത്തില്ല. എന്നെപ്പോലെ ഇതിനോടൊക്കെ ഭ്രാന്തുള്ളവർക്ക് മനസ്സിലാവും. ഇത് കണ്ടോ, എൻ്റെ കുഞ്ഞ് നിന്ന നിൽപ്പിന് ഒരാഴ്ച കൊണ്ടാണിത് ഉണങ്ങിയത്. ഒറ്റയടിക്ക് ഉണങ്ങി. കണ്ടോ, അവളിൽ കായ്ച്ച ആദ്യത്തെ 2 ചക്ക ഞാൻ പറിച്ചു. ഒരെണ്ണം അമ്മയ്ക്ക് കൊടുത്തു. അമ്മ അത് പഴുത്തു പോയായിരുന്നു. അത് കട്ട് ചെയ്ത് നല്ല ടേസ്റ്റി ആൻഡ് സ്വീറ്റി ആയിട്ടുള്ള ചക്കച്ചുളകളായിരുന്നു. അതിനകത്ത് ചുളയും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അമ്മ കഴിച്ചു. രണ്ടാമത്തത് എൻ്റെ കയ്യിലിരുന്നു. ഞാനത് മുറിച്ചപ്പോഴത്തേക്കും ഉള്ളുവശം പഴുത്ത് ചീഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ആകപ്പാട് അത് നല്ലപോലെ കഴിക്കാൻ പറ്റിയത് അമ്മയ്ക്കും ആദൂനും ഒക്കെയാണ്. പിന്നീട് 2-3 ചക്ക, 2-3 അല്ല 2, 4, 6ഓളം ചക്കകൾ പിടിച്ചിട്ടുണ്ടായിരുന്നു. 2 എണ്ണം പൊഴിഞ്ഞു പോയി. അതിനകത്ത് ഇത് 4 എണ്ണം നിൽപ്പുണ്ട്. പക്ഷേ ആദ്യം ഒരു കമ്പ് ഉണങ്ങി, അത് കഴിഞ്ഞ് ഇങ്ങനെ ഉണങ്ങി. എനിക്കറിയില്ല അതെന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഒരുപാട് കൃഷി പേജുകളും യൂട്യൂബ് ചാനലുകളും ഫോളോ ചെയ്യുന്ന ഞാനാണ്. അവരെല്ലാം ഈ വിയറ്റ്നാം സൂപ്പർ ഏർലിയിൽ നിന്ന് ചക്ക പറിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എന്തുകൊണ്ടാണ് എനിക്കിത് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. ഒരു പക്ഷേ ഇത് ചെറിയ തൈ ആയതുകൊണ്ട് ചെറുപ്പത്തിലേ കായ്ക്കുമ്പോൾ അതിൻ്റെ ലൈഫിന് പ്രശ്നം ഉണ്ടാകുന്നു എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ചെറുപ്പത്തിലേ ഇവൾ വന്നപ്പോഴേ അങ്ങ് കായ്ച്ചു തുടങ്ങി അതെല്ലാം ഞാൻ പറിച്ച് കളഞ്ഞ് കായ്ക്കാൻ അനുവദിക്കാതെ നിർത്തിയിരിക്കുമായിരുന്നു. പക്ഷേ എനിക്കറിയില്ല. ഇപ്പോഴും ഞാൻ വെള്ളം ഒഴിക്കുമ്പം ഇവൾക്ക് വെള്ളം കൊടുക്കാറുണ്ട്. പിന്നെ ഇത് ഇങ്ങനെ ഉണങ്ങുന്നതിന് മുമ്പേ പച്ചയായിട്ട് നിന്നപ്പോഴേ ഇത് പറിച്ച് ഇടിച്ചക്ക തോരൻ വെക്കാമെന്നൊക്കെ എല്ലാവരും പറഞ്ഞു. പക്ഷെ ഞാൻ പറിച്ചില്ല. അവളെ വേദനിപ്പിച്ചുകൊണ്ട് അവൾ മരിക്കാറായിട്ട് ഇങ്ങനെ അവളുടെ ജീവൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവളിൽ നിന്ന് ഇത് പറിച്ചെടുത്ത് എനിക്കത് കറി വെച്ച് ആസ്വദിക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ അങ്ങനെ തന്നെ നിൽക്കുവാണ്. നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ അവളുടെ നല്ല സമയത്തുള്ള വീഡിയോസൊക്കെ എൻ്റെ കിടപ്പുണ്ട്. അതുമാത്രം ഒരു സന്തോഷം. സാരമില്ല, പോട്ടെ. ഇവൾക്ക് പകരം ഇവിടെ തന്നെ ഞാൻ വേറൊരു വിയറ്റ്നാം സൂപ്പർ ഏർലി പ്ലാവ് നടും.